അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട വിമാനയാത്രികർ, BJ മെഡിക്കൽ കോളേജ് മെസ്സിൽ മരിച്ച വിദ്യാർത്ഥികൾ, പരിസരത്ത് മരിച്ചവർ, പരിക്കേറ്റവർ എന്നിവർക്ക് കാലതാമസമില്ലാതെ എയർ ഇന്ത്യ പ്രഖ്യാപിച്ച 1 കോടി വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷെവലിയാർ C ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. സംഭവ സ്ഥലത്ത് നിന്നും ലഭിച്ച ലഗേജുകളും മറ്റു ലഭിക്കുന്നതിന് ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കണമെന്നും കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. 2010 മംഗലാപുരത്തും 2020 കരിപ്പൂരിൽ നടന്ന വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും അർഹതപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കാനും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും കാലതാമസവും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു. ഈ അപകടത്തിന് അത്തരം സാഹചര്യം ഒഴിവാക്കണം. വിമാനയാത്ര ബുദ്ധിമുട്ട് ലഘൂകരിക്കാൻ താല്പര്യമുള്ള സ്വദേശി വിദേശ വിമാന കമ്പനികൾക്ക് ഇൻഡിഗോ, എമിറേറ്റ്സ്, എത്തിഹാദ്, ഖത്തർ, എയർ അറേബ്യ, ശ്രീലങ്കൻ, ഫ്ലൈ ദുബായ് തുടങ്ങിയ എയർലൈൻസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ നിന്നും കൂടുതൽ സർവീസ് ആരംഭിക്കാനുള്ള അനുമതി നൽകണമെന്നും MDC ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് പ്രധാനമന്ത്രി, വ്യോമയാന മന്ത്രി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, DGCA എയർ ഇന്ത്യ, ടാറ്റ ഗ്രൂപ്പ് എന്നിവർക്ക് കൗൺസിൽ പ്രസിഡന്റും കോഴിക്കോട് വിമാനത്താവള ഉപദേശ സമിതി അംഗവുമായ ഷെവലിയർ C ചാക്കുണ്ണി, വൈസ് പ്രസിഡന്റ് A ശിവശങ്കരൻ എന്നിവർ കത്തയച്ചു. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വിമാന ദുരന്തമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. അത് സ്വദേശത്തെയും വിദേശത്തെയും വിമാനയാത്രക്കാരെ മാത്രമല്ല എല്ലാവരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തുകയും ആശങ്കയിലാകുകയും ചെയ്തിരിക്കുകയാണ്. 2010 മംഗലാപുരത്തുണ്ടായ വിമാന ദുരന്തത്തിലും 2007 കോഴിക്കോട് കരിപ്പൂരിൽ വിമാന ദുരന്തത്തിലും മരിച്ചവരുടെ ആശ്രിതർക്ക്, പരിക്ക് പറ്റിയവർക്ക് അർഹമായ ആനുകൂല്യം ലഭിക്കുന്നതിന് വളരെയധികം വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായും ദുരിതമനുഭവിക്കുകയും വന്നിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ റിപ്പോർട്ട്, വിമാനാപകടത്തിൻ്റെ കാരണം സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനും ഏറെ കാലമെടുത്തു. അത് ഒഴിവാക്കണമെന്നും എയർ ഇന്ത്യ പ്രഖ്യാപിച്ച മരണപ്പെട്ടവർക്ക് ഓരോ കോടി രൂപയുള്ള ആനുകൂല്യവും അർഹമായ മറ്റ് ആനുകൂല്യങ്ങളും യഥാസമയം ലഭിക്കുന്നതിനും വിമാന അപകടത്തിൽ അവശേഷിച്ച് ലഭിച്ച അവരുടെ ലഗേജും മറ്റും അവർ ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുന്നതിനും ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കണമെന്നും 20-ലധികം വിമാനങ്ങൾ ഇതിൻ്റെ പേര് നിലത്തിറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ വേണ്ടത്ര സീറ്റുകൾ, യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് സീറ്റുകൾ ഈ ബൈലേറ്റർ അഗ്രിമെൻ്റ് പ്രകാരം പല വിമാന കമ്പനികളും ആവശ്യപ്പെട്ട് അനുവദിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ആ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് വർഷങ്ങളായി കൂടുതൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ, കൂടുതൽ വിമാനത്താവളം ആരംഭിക്കാൻ അപേക്ഷയിൽ കാത്തിരിക്കുന്ന എമിറേറ്റ്സ്, എത്തിഹാദ്, എയർ അറേബ്യ, ശ്രീലങ്കൻ എയർലൈൻസ്, ഖത്തർ എയർവേസ് തുടങ്ങിയ വിമാന കമ്പനികൾക്ക് കൂടുതൽ സീറ്റ് അനുവദിക്കണമെന്നായി. ഈ കാര്യങ്ങളൊക്കെ അനുഭവം പരിഗണന അഭ്യർത്ഥിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, വ്യോമയാന മന്ത്രി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, എയർ ഇന്ത്യ, DGS ചെയർമാൻമാർക്ക് ഇന്ന് കത്തയച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.